അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പ്രതികളെയാണ് മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തത്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. 6ാം പ്രതി CPM ചെള്ളക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ, 7ാം പ്രതി ഇലഞ്ഞി വെള്ളാനിൽ ടോണി ബേബി, 8ാം പ്രതി കിഴകൊമ്പ് തൂക്കുപറമ്പിൽ റിൻസ് വർഗീസ്, 9ാം പ്രതി കൂത്താട്ടുകുളം വള്ളിയാങ്കമലയിൽ സജിത്ത് എബ്രഹാം എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ 6 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 1ാം പ്രതിയായ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആദ്യ 5 പ്രതികളെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. ഇവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കളെ സംരക്ഷിച്ച് അന്വേഷണത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് തുടരുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് LDF-UDF സംഘർഷമുണ്ടാവുകയും UDF-ന് അനുകൂലമായി നിന്ന LDF കൗൺസിലർ കലാരാജുവിനെ LDF പ്രവർത്തകർ തന്നെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.